കേരളത്തിന്റെ വികസന പദ്ധതികൾ രാജ്യത്തിന് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിറവം നിയോജകമണ്ഡലതല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ മെഡലുകൾ നേടിയ മുൻ MLA MJ ജേക്കബിന് മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പിറവം നിയോജകമണ്ഡലതല നവകേരള സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ വഴി ഓരോ കുടുംബത്തിനും കുടിവെള്ള കണക്ഷനുകൾ നൽകുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 3063 നിവേദനങ്ങളാണ് ലഭിച്ചത്. 26 കൗണ്ടറുകൾ നിവേദനങ്ങൾ സ്വീകരിക്കാൻ മണ്ഡലത്തിലെ നവകേരള സദസ്സ് വേദിക്ക് സമീപം ഒരുക്കിയിരുന്നു. കേരളത്തിന്റെ വികസന പദ്ധതികൾ രാജ്യത്തിന് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന് ലഭിക്കേണ്ട ഒട്ടേറെ വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അതിൽ നികുതി വിഹിതമുണ്ട്, നമ്മുടെ റവന്യൂ കമ്മി ഗ്രാന്റ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിന് അർഹതപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ദയ ചോദിക്കുന്നതല്ല. പക്ഷേ അർഹതപ്പെട്ടത് നൽകാതെ വലിയ തോതിൽ കുറക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ചെലവിട്ട സംഖ്യയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും കൂടി നടത്തുന്ന പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായി ചെലവിട്ട തുക കേന്ദ്രത്തിൻ്റെ ചെലവിട്ട് കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് ചെലവിട്ടു. ഇനി ആ പണം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം. ചോദിക്കുമ്പോൾ അത് തരാൻ തയ്യാറല്ല. എന്താ ചെയ്യാനാവുക? തരാതെ വെച്ചിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി. രാജ്യത്ത് ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണെന്നും ഇത്തരത്തിൽ നിരവധി മാതൃകാപരമായ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാം ഇപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിക്കുന്നു. അതിൻ്റെ തറക്കല്ലിടാനും പ്രധാനമന്ത്രിയായിരുന്നു വന്നത്. അത് വരുമ്പോൾ അത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്ന തരത്തിലാണ് അറിയപ്പെടുക. ഇതെല്ലാം കേരളത്തിൻ്റെ സ്വന്തമാണെങ്കിലും രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതികൾ എന്ന തരത്തിലാണ് പരിഗണിക്കപ്പെടുക. സംസ്ഥാനത്ത് 2 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. കേരളം ഇതേവരെ നേടിയിട്ടുള്ള വിവിധ മേഖലകളിലെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും എവിടെയൊക്കെയാണോ കുറവുകൾ ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിനും പുതിയ കാലഘട്ടത്തിനനുസൃതമായ പുതുക്കിപ്പണിയലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ്. ആ കർമ്മ പദ്ധതിയാണ് പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചത്. ആ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗവൺമെന്റ് ഒരു തുടർച്ചയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നയിച്ച ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിച്ച് അതേ മുഖ്യമന്ത്രിയെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സഖാവ് പിണറായി വിജയൻ. ഒരു പുതിയ ചരിത്രം കേരളം സൃഷ്ടിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിനകത്ത് പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ കേന്ദ്രീകരിച്ച മേഖലയാണോ? ഈ ഗവൺമെന്റ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ? ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ വാർത്ത കണ്ടിട്ടുണ്ടാകും. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ LBSലെ വുമൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺകുട്ടികൾ അവര് നിർമ്മിച്ച ഉപഗ്രഹമാണ് വിസാറ്റ് ഇന്ന് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രം ലോകത്തിന് തന്നെ പുതിയ അനുഭവം നൽകി. പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ഉപഗ്രഹം നിർമ്മിച്ച് ആ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നു. മലയാളിയും അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. വികസന കാര്യത്തിൽ സംസ്ഥാനം വളരെയധികം മുന്നിലാണെന്നും ഇനിയും മുന്നോട്ട് പോകുകയാണെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അറവുകാരനും ആടും തമ്മിലുള്ള ബന്ധമായി കണക്കുകൂട്ടുന്നവരാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർ. അതൊരിക്കലും ശരിയായ കാര്യം അല്ല. കേരളത്തിന് അർഹമായതും നേടിയെടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. കേരളത്തിന്റെ മതനിരപേക്ഷത
ഒരിക്കൽ പോലും തകർന്നു പോകാൻ ഇടവരാൻ പാടില്ലാത്തതാണ്. കേരളത്തിൽ വർഗീയവാദികൾ ഇല്ലാത്തത് കൊണ്ടല്ല വർഗീയതയുടെ വിളനിലമായി കേരളം മാറാതെ ഇരിക്കുന്നത്. ഈ കേരളത്തിൽ വർഗീയവാദികൾക്ക് തലയുയർത്താൻ കഴിയാതെ ഇരിക്കുന്നതും കേരളത്തിൽ സുശക്തമായൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ ഇടതുപക്ഷത്തിനും നയവും നിലപാടുകളും ഉണ്ട്. ആ ഇടതുപക്ഷത്തിനും ഒരു രാഷ്ട്രീയ ധാരണയും ബോധ്യവുമുണ്ട്. ആ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നതും ഈ നാടിന്റെ ഭരണഘടനയെയും ആ ഭരണഘടന പറയുന്ന മതനിരപേക്ഷതയെയും സോഷ്യലിസത്തെയും എല്ലാമാണ്. അതാണ് ഗാന്ധിജിയും ഉയർത്തിപ്പിടിച്ചത്. വികസന കാര്യങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ സംഘടിപ്പിച്ച നവകേരള സദസ്സ് പിറവം MLA ബഹിഷ്കരിച്ചുവെങ്കിലും ജനങ്ങൾ ഏറ്റെടുത്തുവെന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, P രാജീവ്, P പ്രസാദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ PN അനി, പിറവം നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ KP സലീം എന്നിവർ സംസാരിച്ചു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, KB ഗണേഷ് കുമാർ, MB രാജേഷ്, വീണ ജോർജ്, V ശിവൻകുട്ടി, PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, K രാധാകൃഷ്ണൻ, K രാജൻ, K കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, സജി ചെറിയാൻ, Dr. R ബിന്ദു, V അബ്ദുറഹിമാൻ, GR അനിൽ, AK ശശീന്ദ്രൻ, MP തോമസ് ചാഴിക്കാടൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെയില്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.